ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാൽ ചിത്രം. നമ്മുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മലയാള ചിത്രങ്ങളിൽ ടോപ്പായിട്ട് നിൽക്കുന്ന സിനിമയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ പല ആൾക്കാരും ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരെയും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ക്യാരക്ടർ പോസ്റ്റേഴ്സിലൊന്നും വരാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമെന്നുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ മറച്ചു വെച്ചേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ സസ്പെൻസ് ക്യാരക്ടേഴ്സാണ്. അപ്പം നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ച ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചാനലിൻ്റെ ടോപ്പ് എക്സ്ക്ലൂസീവ് ന്യൂസാണ്. ഇതിനകത്ത് വേറെ ഒരു ചാനലിലും ഇതുവരെ വന്നിട്ടില്ല ഈ ന്യൂസ്. അപ്പം ഇത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാൽ ഇതിനകത്ത് ഒരു സുപ്രധാന ക്യാരക്ടർ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും വെളിയിൽ വിട്ടിട്ടില്ല. പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്നും പുള്ളിയുടെ കാര്യങ്ങൾ എന്താണെന്നും എന്നുള്ളതും വെളിയിൽ വിട്ടിട്ടില്ല. അപ്പം ഇത് നമുക്കറിയാൻ സാധിച്ചത് ഇൻഡസ്ട്രിക്കകത്തുള്ള ടോക്സ് ആണ്, അല്ലെങ്കിൽ തന്നെ ഇൻഡസ്ട്രിക്കകത്തുള്ള റൂമറാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം, മോഹൻലാൽ കുറച്ച് കാലം ഇവിടെ ഇല്ലായിരുന്നു എന്ന് നമ്മുടെ മറ്റേ പള്ളിയിലച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. അപ്പം എവിടെയായിരുന്നു എന്ന് സ്റ്റീഫൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ആ കാലഘട്ടം അവതരിപ്പിച്ചത് പ്രണവ് മോഹൻലാൽ ആകാനാണ് സാധ്യത. അതൊരു സാധ്യതയാണ്, അതൊന്നും വെളി വന്ന കാര്യമല്ല. ഇതിനകത്ത് പ്രണവ് മോഹൻലാൽ ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ വെളി വന്നിട്ടുള്ളൂ. അപ്പം എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മോഹൻലാലിൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം, ടീനേജ് കാലം പ്രണവ് മോഹൻലാലായിരിക്കും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടാവുക. അതിന് നമുക്ക് പറയാനുള്ള സാധ്യതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോകുന്ന, നാട് വിടുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്നും പി കെ രാംദാസ് തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് കൊണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട് വിട്ട് പോയി ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ചേരുന്ന മോഹൻലാലിൻ്റെ ചെറുപ്പകാലമായി പ്രണവ് മോഹൻലാൽ അഭിനയിക്കുകയും അവിടെ നിന്നും കൈവശമാക്കുന്ന അഭ്യാസമുറകളും എല്ലാം പഠിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കും ചിലപ്പോൾ പ്രണവ് മോഹൻലാൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാർക്കിംഗ് ഫൈറ്റ് പഠിച്ചിട്ടുള്ള ആളാണ് മോഹൻലാലിൻ്റെ മകനായ പ്രണവ് മോഹൻലാൽ. അപ്പം ആ ഒരു ഫൈറ്റിന് നമുക്ക് പൃഥ്വിരാജ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ മുതലാക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതിനകത്ത് എന്തായാലും പ്രണവ് മോഹൻലാൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് എത്രത്തോളമാണ് പൃഥ്വിരാജ് പ്രണവ് മോഹൻലാലിൻ്റെ കഴിവിനെ ഒപ്പിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രണവ് മോഹൻലാലിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിനയത്തിനൊന്നും ഒരു പ്രാധാന്യമില്ലാത്ത രീതിയിലാണ് പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ പുള്ളിയുടെ നല്ലൊരു അഭിനയം കാഴ്ചവെച്ച സിനിമ എന്ന് പറയാൻ പറ്റുമെങ്കിൽ നമുക്കത് നമ്മുടെ ജി ശ്രീനിവാസ് സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ചിത്രത്തിന് മാത്രമാണ് നമുക്ക് പ്രണവ് മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെയെങ്കിലുമൊക്കെ കുറച്ച് അഭിനയം വന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു നടനെ എത്രത്തോളം സംവിധായകൻ്റെ കഴിവാണ് ഒരു നടനെ എങ്ങനെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളത്. അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്നത് നല്ലൊരു ഡയറക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൃഥ്വിരാജ് എങ്ങനെയായിരിക്കും പ്രണവ് മോഹൻലാലിനെ യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷയോടെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഡോൺലി ഉണ്ടോ മറ്റവരുണ്ടോ ഉണ്ടോ എന്നുള്ളതൊന്നും വെളി വന്നിട്ടില്ല. എന്നാലും അതിൻ്റെ സെൻസറിങ് റൂമേഴ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കൊറിയൻ ആക്ടേഴ്സ് ഉണ്ട്. കൊറിയൻ ആക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബോക്സിങ്, ഫൈറ്റിങ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ആക്ടർ അതിനകത്തുണ്ട്. അത് അങ്ങനെയാണെന്നൊന്നും വെളി വന്നിട്ടില്ല. എന്നാലും അതിനുണ്ടെന്നുള്ള കാര്യത്തിൽ അതൊരു 90% സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രണവ് മോഹൻലാൽ ഈ ഒരു ഫൈറ്റിംഗ് പഠിച്ചിട്ടുള്ളത് ഇതിനകത്ത് മുതലാക്കാൻ വേണ്ടി പൃഥ്വിരാജ് മനഃപൂർവ്വം കാസ്റ്റ് ചെയ്ത് തന്നെ ആയിരിക്കും. പക്ഷേ അതൊന്നും വെളിവിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഈ ഫൈറ്റൊക്കെ ഇങ്ങനെ കാണുമെന്നുള്ളത് മനസ്സിൽ മലയാളികൾ പ്രൊഡിക്റ്റ് ചെയ്ത് വെക്കും. പിന്നെ അവരുടെ മനസ്സിൽ പ്രൊഡിക്റ്റ് ചെയ്ത് വെച്ച ആ ഫൈറ്റിനോടെ എത്തിയില്ലെങ്കിൽ പിന്നെ അതിലും വലിയ കഷ്ടമാകുമെന്നുള്ളത് പൃഥ്വിരാജിനറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രണവ് മോഹൻലാലിൻ്റെ കാസ്റ്റ് പുള്ളി മറച്ചു വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രണവ് മോഹൻലാൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീഫൻ്റെ പഴയ കാലമാണ് എന്ന് ഒരു 90% മലയാളികൾ ഊഹിച്ചെടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കും എന്നുള്ള കാര്യം പൃഥ്വിരാജിനറിയാം. അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് നൈസായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ അതിൽ നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സിനെ മാറ്റി വെച്ചതിൽ പ്രണവ് മോഹൻലാലിനെയും മാറ്റി വെച്ചു. ഇനിയിപ്പോൾ 15-ാം തീയതി ട്രെയിലർ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ കാണാനുള്ള സാധ്യത പോലും വളരെ കുറവാണ്. കാരണം അങ്ങനെ തരാനാണെങ്കിൽ അവർക്കത് നേരത്തെ പറയാമായിരുന്നു. അവർ ഇത്രയും നാളും സൂക്ഷിച്ച എല്ലാ ടോപ്പ് സീക്രട്സും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് തന്നെയായിരിക്കും 3 മിനിറ്റും 51 സെക്കൻഡും ഉള്ള ട്രെയിലർ അവർ വെളിവിടുന്നത്. അല്ലാതെ അവർക്ക് ഈ ട്രെയിലറിലൂടെ അവരെന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണമെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നു. അപ്പം അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും ട്രെയിലറുകൾ വിടുന്നത്. പിന്നെ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും 1-2 ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ഒരു വാലറ്റോ വല്ല ഈ സിനിമയിൽ കാണിച്ചു തരുന്നു എന്നുള്ള അല്ലാതെ ഇതിനകത്ത് ഒരു കാര്യങ്ങളും പൃഥ്വിരാജ് വെളിവിടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനകത്ത് പ്രണവ് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ, മോഹൻലാലിൻ്റെ കുട്ടിക്കാലം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പ്രണവ് മോഹൻലാലിനെ വച്ച് മറ്റേ രേഖാചിത്രത്തിൽ ചെയ്തതുപോലെ മോഹൻലാലിൻ്റെ DAGing ആണോ ചെയ്യുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഈ സിനിമ പോകുന്നതെന്ന് നമുക്ക്
27 തീയതി വരെ കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് മാർച്ച് 15 തീയതി ഇതിൻ്റെ ട്രെയിലർ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ അവരെ പ്രൊമോഷൻസൊക്കെ ഉറങ്ങി കിടക്കുന്നത് പോലെയാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ പോസ്റ്റേഴ്സൊക്കെ സിനിമ ഇറങ്ങുന്നതിനോട് അനുബന്ധിച്ച് വിടാതെ അതിന് മുമ്പേ വിട്ടിട്ടൊരു ഗ്യാപ്പ് അവരിട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ. ഇനി ഒരു ട്രെയിലർ വന്നാൽ തന്നെ ഇതിൻ്റെ പ്രൊമോഷൻസൊക്കെ അങ്ങ് കത്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് അത്രത്തോളം ഹൈപ്പുള്ള സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം. 27 തീയതി സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെക്കുറിച്ച് കമൻറ്റ് ബോക്സിലിടാം. പിന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ.